ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി കുട്ടികളിങ്ങനെ വെറുതെ മൊബൈലുമേ കളിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പോലെ ഞങ്ങളിവിടെ പാവണ്ണ ബീച്ച് എന്നിട്ട് ഞങ്ങൾ പറയില്ല. കാരണം ബീച്ച് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങണതിന് മുന്നേ മണലുണ്ടല്ലോ, അതേപോലെ ഇട്ട് ഞങ്ങളിവിടെ പോയതിൻ്റെ അടുത്തന്നെ വീടിൻ്റെ അടുത്തന്നെ കുറച്ചൊന്ന് നടന്നാൽ മതി. അപ്പോൾ ഞങ്ങളിനി കുട്ടികളെ അവിടെ കൊണ്ടുപോയി ഒന്ന് രസിപ്പിക്കാമെന്ന് കരുതി. ഇത് കണ്ട നല്ല ഭംഗിയായിട്ട് ഞങ്ങളവിടെ സീനറി കാണാൻ നേരിട്ട് കാണാം. അതിലേറെ ഭംഗിയാണ്. ഇതിൽ എത്രത്തോളം ഭംഗി കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കുട്ടികളവിടെ വന്ന് കുറേ മണ്ണിൽ കളിച്ചും പൊയിൽ കുളിച്ചൊക്കെ അവർക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. കാരണം ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, ഏതായാലും എവിടേക്കും പോകാനില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ അടുത്തുള്ള സ്ഥലത്ത് കൂടെ നമുക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി ഞങ്ങളെ നാടും ഞങ്ങളെ പോയും പാവണ്ണ മലപ്പുറം ജില്ലയിലാട്ടോ. എടവണ്ണ പരീക്കോടിന് നടുവിലായിട്ട് പാവണ്ണ എന്ന് പറയുന്ന സ്ഥലമാണ്. തൂക്കുപാലൊക്കെ ഉണ്ട്. തൂക്കുപാലത്തിനൊക്കെ ഞാൻ വീഡിയോ ആണ് ഇട്ടിട്ട് ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട്, ഞങ്ങളെ നാട് ഇഷ്ടപ്പെട്ടോ ഒക്കെ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയുക. അപ്പം അങ്ങനെ ഞങ്ങൾ പൊയിലൊക്കെ എത്തിയിട്ട് കുട്ടികളപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കൊണ്ട് കളിയും കാര്യങ്ങളൊക്കെ ആയി. ഇന്നിപ്പോൾ ആകെ 3 ആളുള്ളൂ. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി, ഇത് പിന്നെ നാത്തൂൻ്റെ കുട്ടി എൻ്റെ കുട്ടിയും കൂടിയാണ്, എല്ലാവരും കൂടി ഉണ്ടായാൽ ഭയങ്കര സൂപ്പറാട്ടോ. പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. വൈകുന്നേരം ആയാൽ അവിടെ നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങും. പിന്നെ ഓരോരുത്തരിങ്ങനെ ഇറങ്ങി തുടങ്ങി. അങ്ങനെ മണൽ വരുന്നവരുണ്ടാവും, കളിക്കാൻ വരുന്നവർ, ഫുട്ബോൾ കളിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും അതിൽ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. ഇതിൻ്റെ നാത്തൂൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടി ഉണ്ട് ഇതിൽ. ഞാൻ നിന്നെ കാണിച്ചില്ല എന്ന് വേണ്ടെന്ന് കരുതി ഞാനും കൂടി ഒന്ന് എടുത്ത്. അപ്പോൾ ഓരോ കളിയും കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കണം. പിന്നെ ഞങ്ങൾ അതിലേറെ രസമായത്, ഞങ്ങളവിടെ ഒരു പശു അത് വലിയ അങ്ങോട്ട് ഇളകി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളാകെ പൊരിച്ചാൽ ഇപ്പം മാത്രം എനിക്ക് കിട്ടിയില്ല കേട്ടോ. പക്ഷെ പശുവിനെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഈ കളിയൊക്കെ ആരെങ്കിലും കളിച്ച ആൾക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. നല്ല രസമല്ല. കുട്ടിയൊക്കെ നമ്മൾ പഠിച്ചത് ഉൾക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാം അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടോ, കുറേ ആൾക്കാരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. വൈകുന്നേരം ആയാൽ എല്ലാവരും ഉണ്ടാവും. ഇതിലെല്ലാം രസമുണ്ട്. ഓള് തട്ടി പോന്നിട്ട് പിന്നെ ഇതേമാതിരി കുയിന്തായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ്. കുട്ടികളല്ലേ, ഭയങ്കര രസമാണ്. ഞങ്ങൾക്ക് തന്നെ എന്താ പറയേണ്ടത് അറിയണില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് കൂടണം. നിങ്ങളെ അഭിപ്രായം കമൻറ്റായി പറയണം. എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, എല്ലാവരും കൂടി തോണിയിൽ പോകും. തോണിൻ്റെ ഇങ്ങനെ മണൽ വരുന്ന തോണിയാണ് ഇട്ടത്. അപ്പോൾ അതിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു ഫാമിലി പോകും. ഞങ്ങൾക്കും പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ തൊയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങളും പോകും. പിന്നെ ഇത് അധികം ആയല്ല കേട്ടോ. ഇവിടെ ഈ സ്ഥലത്തായിട്ട് ഇങ്ങനെ കുറച്ച് ആയല്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് കുട്ടികളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് കൂടാം.